അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുക എന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. ജനുവരിയിൽ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ നിയമ നടപടികൾ തുടങ്ങുകയും ചെയ്തു. 600 മുതൽ 1100 വരെ അധികൃത കുടിയേറ്റക്കാരെയാണ് ഓരോ ദിവസവും US നാട് കടത്തുന്നത്. ആദ്യ മാസം 25,000-ഓളം പേരെയാണ് ട്രംപ് ഭരണകൂടം തിരിച്ചയച്ചത്. ഒരു വർഷം 3 ലക്ഷം പേരെയാകും ഇത്തരത്തിൽ പുറത്താക്കുക. ദശലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തുമെന്നായിരുന്നു ട്രംപിന്റെ വാഗ്ദാനം. ഇമിഗ്രേഷൻ വകുപ്പിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും ഡിറ്റൻഷൻ സെന്ററുകളുടെ അപര്യാപ്തതയുമാണ് ഇതിന് വിലങ്ങുതടിയാകുന്നത്. ഇത്തരത്തിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ നാടുകടത്തൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കയിലെ സാധാരണ പൗരന്മാരും ബിസിനസ്സുകാരും ഉൾപ്പെടെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. നിയമപരമല്ലാത്ത US-ൽ എത്തിയവരാണ് അടുത്തിടെ തൊഴിലാളികളിൽ 5%. കാർഷിക വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നവരിൽ പകുതിയോളം പേരും അനധികൃതമായി രാജ്യത്തെത്തിയവരാണ്. സൂപ്പർവൈസർമാർ മുതൽ കൃഷിയിടത്തിലെയും ഗോഡൌണുകളിലെയും ഉൾപ്പെടെ ജോലിക്കാരും ഇക്കൂട്ടത്തിലുണ്ട്. ഇവരെ നാടുകടത്താൻ തീരുമാനിച്ചാൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് കുത്തനെ വില ഉയർത്തുന്ന സാഹചര്യമുണ്ടാകും. റെസ്റ്റോറന്റുകളിലെ ജോലിക്കാരിൽ 10 മുതൽ 15% വരെ വരുന്ന വിഭാഗം അനധികൃതമായി താമസിക്കുന്നവരാണ്. ഇവരെ പറഞ്ഞയച്ചാൽ വീണ്ടും പ്രതിസന്ധിയാകും. നിർമ്മാണ മേഖലയിലും ഇതുതന്നെയാണ് സ്ഥിതി. വീട് നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമുള്ളത് കൂടുതലും നിയമവിരുദ്ധമായി രാജ്യത്ത് എത്തിയവരാണ്. അനധികൃതമായി എത്തിയവർക്ക് താമസ സൗകര്യം നൽകരുതെന്ന നിയമം പിന്നീട് അവിടെ തിരിച്ചടിയായിരുന്നു. ജോലിക്കാരുടെ അഭാവം നേരിടേണ്ട സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക ഇടിവുണ്ടായി. റോഡ്, റെയിൽവേ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും കൂടുതലുള്ളത് അനധികൃത കുടിയേറ്റക്കാരാണ്. ഇവരെ തിരിച്ചയച്ചാൽ US സാമ്പത്തിക സ്ഥിതിക്ക് വലിയ തിരിച്ചടി നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിദഗ്ധർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുമ്പോഴും പ്രഖ്യാപിത നടപടിയിൽ നിന്നും പിന്മാറില്ലെന്ന സമീപനമാണ് ട്രംപിന്റേത്.